ഏകദേശം ഈ ഒരു കിസ്സിങ് ആൻഡ് ഈ ഒരു കിടപ്പറ സീൻ എന്ന് വേണമെങ്കിൽ പറയാം, അതവിടെ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതില് ഈ ഒരു അവസ്ഥയിലും ശരിക്കും പറഞ്ഞാൽ ജിസേല് ഈ ഒരു കാര്യത്തെ ആ ഒരു സ്പോട്ടിൽ അനിമോൾ അത് നേരിട്ട് പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ആ ഒരു സ്പോട്ടിൽ മാത്രമാണ് റിയാക്ട് ചെയ്തത്. അതിനുശേഷം ജിസേലിന്റെ കാര്യം നോക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെയോ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്, ചായ കുടിക്കാനും മറ്റുമൊക്കെ പോകുന്നുണ്ട്. അനിമോളും അവിടെ വന്നിരുന്നുണ്ട്, അനിമോളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ട്രിഗർ ആയിരിക്കുന്നത് ഒരൊറ്റ ആളാണ് ആര്യൻ. അത് ആര്യന്റെയും ജിസേലിന്റെയും മാനിപ്പുലേഷൻ ആണോ, അതോ ഇനി ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞ ആഴ്ച ഒരു പ്രാങ്ക് ഉണ്ടായിരുന്നു, ഒരു ചീത്തവിളി, ചൈനീസ് ചീത്തവിളി, അതേപോലൊരു പ്രാങ്ക് നടത്തി അനുമോളെ കൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണം ഇവിടെ ഉണ്ടാക്കിച്ചതാണോ എന്നുകൂടി നിങ്ങളൊന്ന് ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് അനുമോൾക്കുള്ള 7ന്റെ പണിയായിരിക്കത്തില്ല, നല്ല 8ന്റെ പണിയായിരിക്കും. ഇനി അതിന്റെ ഒരു കാരണം പറയാം. ഇപ്പം ബിഗ് ബോസ് ലൈവ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. അപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഞങ്ങളും ഒക്കെ ലൈവ് കണ്ടു, വീഡിയോസ് ഉണ്ട്. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ആ വീഡിയോയും ക്ലിപ്പും ഈ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ പോലും പുതപ്പ് അനങ്ങുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, അതിൻ്റെ അകത്ത് ക്യാമറയില്ല. ഈ പറഞ്ഞ സംഭവം ഇത് മനഃപൂർവ്വം അനുമോളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ചതാണെങ്കിലോ, അത്തരത്തിലൊരു പ്രാങ്ക് ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അനുമോള് കണ്ട കാര്യം എന്ന് പറഞ്ഞത് ഒരു വേറെ കാര്യം, കിറ്റിന്റെ ദിവസം കണ്ട കാര്യമാണ് ഈ ജിഷിനും മസ്താനിയും പറയുന്നത്. ഇനി റെനയും ഷൈത്തയും സപ്പോർട്ട് ചെയ്യുന്നത് അവർ 4 പേരും ഒന്നിച്ച് കിടന്ന് ഹൊറർ സ്റ്റോറി പറഞ്ഞ കേസാണ്. ഇത് മൂന്ന് ദിവസങ്ങളിലാണ്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, ആര്യനും ജിസയിലും ഓപ്പോസിറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുള്ള ദിവസങ്ങളുണ്ട്, രണ്ടുപേരും ഒന്നിച്ച് കിടന്നിട്ട് ഉറങ്ങിയിട്ടുള്ള ദിവസങ്ങളുമുണ്ട്. പക്ഷേ ഇതിനെ ഇത്രയും മോശമായിട്ട് വിലയിരുത്തുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിക്കും എന്ന് കരുതിയില്ല. എനിക്ക് തോന്നുന്ന ഒരു സംശയം, ഒരു ഗസ് എന്ന് പറയുന്നത്, അനുമോളെ പറ്റിക്കാൻ വേണ്ടി ഇവർ എന്തൊക്കെയോ കാട്ടി കൂട്ടിയിട്ടുണ്ട്. അനുമോൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടിട്ട്, അനുമോൾ അവിടെ നോക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അനുമോൾക്ക് ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരമായി പോവും, നല്ല കുഴിയിലാണ് വീഴുന്നത്. ഇതിന്റെ ഒരു റീസൺ, ഇത്തരത്തിലൊരു ഗസ്സിലേക്ക് എന്നെ എത്തിച്ച ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ശൈത്യടുത്ത് മാത്രമല്ല, ആര്യന്റെ ഭാഗം ന്യായീകരിക്കുന്ന ഒരു കേസ് വരുന്നുണ്ട്. അവിടെ ആര്യൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഇത്രയും പ്രേക്ഷകർ കാണുന്ന ഒരു ടെലിവിഷൻ പ്രോഗ്രാം, ഇത്രയും വലിയൊരു TV ഷോ, ഇതിനകത്ത് ഞങ്ങൾ ഇങ്ങനെ കാണിക്കുമോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്രയും പേര് കാണുന്നുണ്ടെങ്കിൽ പുറത്ത് എന്തായാലും ഒരു പ്രശ്നം വരുമെന്നുള്ളത് നമുക്കും അറിയാം എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, എന്തോ ഒരു റിലീജിയസ് ആയിട്ടുള്ള എന്തോ ഒരു വിഷയത്തിൽ ഇതിനു മുന്നേ ശൈത്യയോട് ആര്യൻ പറഞ്ഞിട്ടുണ്ട് അത്ര, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല, ആര്യനും ജിസേലും തമ്മിൽ ഒരു പേഴ്സണൽ ടച്ചിങ്ങിന്റെ കാര്യത്തിൽ, തൊടുന്ന കാര്യത്തിൽ ഒരു പേഴ്സണൽ ബൗണ്ടറി ഉണ്ട് എന്നുള്ളതും ശൈത്യടുത്ത് ഓൾറെഡി ആര്യൻ പറഞ്ഞിട്ടുള്ളതായിട്ട് ആര്യനും അത് പറയുന്നുണ്ട്, ശൈത്യ അത് അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ശൈത്യ ഒരു തരത്തിൽ പോലും ഇവരെ തെറ്റിദ്ധരിക്കുന്നില്ല, ഇവരെയാണ് വിശ്വസിക്കുന്നത്, ജിസേലിനെയും ആര്യനെയും ആണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുമോളുടെ അടുത്ത് പോയി ജസ്റ്റ് ഒന്ന് കേൾക്കാൻ പോലും ശൈത്യ തയ്യാറാകുന്നുമില്ല. ഇനി അതിനുശേഷം ഈ ഒരു പ്രശ്നം നടക്കുന്നതിന്റെ ഇടയിൽ തന്നെ നമ്മുടെ പുതുതായിട്ട് വന്ന വേദലക്ഷ്മി പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം പറയുന്നത്, ഇതൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു സംഭവം നടന്നത്, ഇന്നത്തെ വഴക്കില് ഇവരുടെ ഒരു മാനറിസംസ് കണ്ടിട്ട് കുറച്ച് ജഡ്ജ് ചെയ്തു, അപ്പൊ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന ഒരു കൺക്ലൂഷനിലേക്ക് വേദലക്ഷ്മി എത്തി. അവിടെയാണ് എനിക്കൊരു മാനിപ്പുലേഷൻ മണത്തത്. അതായത് ജിസേലും ആര്യനും ഒന്നും ചെയ്തിട്ടില്ല, പകരം അവർ ഇതിനൊക്കെ പ്രാങ്ക് ചെയ്ത് അത് അങ്ങനെ ആക്കുകയാണെങ്കിലോ? അത് മാത്രമല്ല, അനുമോളോട് എടുത്തു പറയുന്നുണ്ട്, ഇത് ഒരു ഇല്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നീ ഈ ബിഗ് ബോസ് വീട് വിട്ട് പോകണം, പ്രോമിസ് ചെയ്യുന്നു പറഞ്ഞിട്ട് ജിസേലും ആര്യനും അനുമോളുടെ പിന്നാലെ നടക്കുന്നുണ്ട്. എന്നിട്ട് ആര്യൻ എടുത്തു പറയുന്നുണ്ട്, ചലഞ്ച് ചെയ്യുന്നുണ്ട്, ബിന്നിയൊക്കെ ചലഞ്ച് ചെയ്യിപ്പിച്ചപ്പോൾ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഈ ബിഗ് ബോസ് വീട് വിട്ട് പോയിക്കോളാം എന്ന് ആര്യൻ പറയുന്നുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആര്യനും ജിസേലും ഒരു ഫേക്ക് ഒരു പ്രാങ്ക് നടത്തിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു പ്രാങ്ക് ആണെങ്കിൽ അനുമോൾ ശരിക്കും തീർന്നു. അത് മാത്രമല്ല, അനുമോളെ ഒത്താശ ചെയ്യുന്ന ഈ പറയുന്ന ജിഷിൻ, മസ്താനി, ഇവർക്ക് രണ്ടുപേർക്കും പണി കിട്ടും. എന്നാൽ ആദിലയും നൂറയും ഒന്നിനകത്തും പെടാതെ ന്യൂട്രൽ അടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്ത് ആദിലയും നൂറയും ഉണ്ടെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. നൂറയുടെ കേസിൽ പറയുകയാണെങ്കിൽ, അനുമോൾക്ക് വാ കൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യം നൂറയോട് പറഞ്ഞു, നൂറ അത് വാ കൊണ്ട് പറഞ്ഞു എന്നുള്ള ഹെൽപ്പാണ് ചെയ്തത്. അതുപോലെ തന്നെ ആദില ഇത് ഡയറക്ട്ലി പറയുന്നുണ്ട്, ഞാനിതൊന്നും കണ്ടിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അനുമോൾ അവസാനം അടുത്ത ആഴ്ചയും കഴിഞ്ഞ ആഴ്ച അനുമോള് ലാലേട്ടന്റെ മുന്നിൽ നിന്ന പോലെ നിൽക്കേണ്ടി വരും. ലാലേട്ടൻ ചോദിക്കുമ്പോൾ എന്തായാലും അനുമോൾ ഇത് പറയാൻ പോകുന്നില്ല, അനുമോൾക്ക് അതിനുള്ളൊരു തൻ്റെ ഇടം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജിഷിൻ കയറി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലേ ഉള്ളൂ. എന്തായാലും ബിഗ് ബോസ് പോലും ശരിക്കും പറഞ്ഞാൽ ഈ വഴക്ക് തുടങ്ങിയപ്പോൾ ബിഗ് ബോസ് പോലും മിണ്ടാതിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കോണ്ടന്റ് പുറത്തു വരണം എന്ന് ബിഗ് ബോസ് ഉൾപ്പെടെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം റേറ്റിംഗ് ആണ്.
ഇങ്ങനൊരു വിഷയമാണെങ്കിൽ ഉറപ്പായിട്ടും ബിഗ് ബോസ് സീസൺ 7 കുറിച്ച് ആൾക്കാർ ചർച്ച ചെയ്യും. ആ ഒരു റേറ്റിങ്ങിനെ കുറിച്ച് മാത്രം കണ്ടിട്ടായിരിക്കാം ബിഗ് ബോസ് ഇത് മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ പേരിൽ പുറത്ത് ജിസേലിന്റെ ജീവിതമോ ആര്യന്റെ ജീവിതമോ അവർക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കാൻ പോകുന്നത് അനുമോൾക്ക് മാത്രമാണ്. കാരണം ജിസേലിന്റെ റിയൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ റിയൽ ജിസേൽ എന്താണെന്നുള്ളത് ഈ മലയാളികൾക്ക് എന്തായാലും അറിയണം എന്നില്ല. മലയാളികളുടെ ഇടയിൽ ജിസേലിന്റെ ഒരു കാര്യങ്ങളും വന്നിട്ടുമില്ല. അത് പുറത്തെ ഒരു ഗേൾ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇതൊരു കള്ളത്തരമാണ്. ജിസേലിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ജിസേലിനെ അല്ല അനുമോളെ മാനിപ്പുലേറ്റ് ചെയ്ത് അനുമോളെ കൊണ്ട് ഇങ്ങനൊരു കാര്യം പറയിപ്പിച്ചതാണെങ്കിൽ അത് അനുമോൾക്കാണ് നെഗറ്റീവ്. അനുമോൾ പച്ചക്കള്ളം പറഞ്ഞു എന്നേ പറയുള്ളൂ. അതായത് ഇപ്പോൾ ഓൾറെഡി റിവ്യൂ വീഡിയോസ് ഒക്കെ ഇടുന്നവര് ഞാൻ ഇപ്പൊ ഈ പറയാൻ പോകുന്ന കാര്യം അനുമോളുടെ ഒരു PR എന്നുള്ള നിലയിൽ കണ്ടിട്ട് അങ്ങാനും ആരെങ്കിലും കമന്റ് ചെയ്താൽ പോലും എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഇത് അനുമോൾക്ക് നെഗറ്റീവ് ആകും എന്നെനിക്ക് 100% അറിയാം. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നു, അനുമോൾ ഇന്ന് ഈ പറഞ്ഞത് ഒരു സദാചാര രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു കുലസ്ത്രീയാണ്. അനുമോൾ ഒരു കുലസ്ത്രീയാണ് എന്ന് ഞാൻ 100% പറയുന്നുണ്ട്. ഒരു സദാചാരം പറയുന്ന ഒരാളാണെന്നും ഞാൻ പറയുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പേരിൽ നാണം കെടാൻ പോകുന്നത് ഒരിക്കലും ജിസേൽ അല്ല, അനുമോൾ തന്നെയാണ്. കാരണം അനുമോൾ വളർന്ന രീതി ഡിഫറെന്റ് ആണ്. അനുമോളുടെ സംസാര രീതി, അനുമോളുടെ സറൗണ്ടിങ്സ് ആണ് ഡിഫറെന്റ്. ഇന്നത്തെ കാലത്ത് ഒരു പുതപ്പിനടിയിൽ ഒരു ആണും പെണ്ണും കിടന്നാൽ പോലും അതൊരു പ്രശ്നമല്ല. കിസ് ചെയ്താൽ പ്രശ്നമല്ല. ഒന്നിച്ച് എന്ത് ചെയ്താലും ഒരു 1 നൈറ്റ് സ്റ്റാൻഡ് നടത്തിയാൽ പോലും അതൊരു പ്രശ്നമായിട്ട് ഇവിടുത്തെ നിയമം പറയുന്നില്ല. അപ്പോൾ അനുമോൾ ഇത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇതുപോലൊക്കെ സംഭവിക്കുമെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ബിഗ് ബോസ്. അതുകൊണ്ടാണ് പറഞ്ഞത് ബിഗ് ബോസിൽ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ഒരു വലിയ കുഴപ്പമൊന്നും ഇല്ല. കാരണം ബിഗ് ബോസിൽ നടക്കുന്ന പല കാര്യങ്ങളും സദാചാര വിരുദ്ധമല്ലേ. ചീത്ത വിളിക്കുന്നതായിക്കോട്ടെ, മറ്റ് പലതും അതൊക്കെ മോശമായിട്ട് അവിടെ ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന്റെ ഏറ്റവും വൃത്തികെട്ട അവസ്ഥകളും ഏറ്റവും വൃത്തികെട്ട വികാരങ്ങളും കാണിക്കാനുള്ള സ്ഥലം തന്നെയാണ് ബിഗ് ബോസ്. ബിഗ് ബോസിനെ ഞാൻ ഡീഗ്രേഡ് ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്തത്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിനുള്ള ഷോയാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തിനാണ് ബിഗ് ബോസ് എല്ലാവരും കാണുന്നതെന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് സ്വന്തം ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വലുതായിട്ട് അവർ കാണും. അപ്പൊ സ്വന്തം ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവരും മറക്കും. ഇതൊക്കെ തന്നെയാണ്. സോ റേറ്റിംഗ് ഈസ് ബെസ്റ്റ്. അവിടെ റേറ്റിംഗ് തന്നെയാണ് വലുത്. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഗസ്, ആ ഒരു ഗസ് എന്ന് പറയുന്നത് അടുത്ത ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും 100% അറിയാൻ പറ്റും. ജിസേലും ആര്യനും തമ്മിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ സംഭവിച്ചതുപോലെയൊക്കെ അഭിനയിച്ച് കാണിച്ചതാണോ അതാണ് സത്യമെങ്കിൽ ഉറപ്പായിട്ട് അനുമോൾ പെടും. 7ന്റെ പണിയല്ല 8ന്റെ പണി കിട്ടും. അത് തന്നെ ഞാൻ 100% പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ആ ഒരു കാര്യങ്ങൾ എന്തായാലും പറയുക. ഈ ഒരു ലൈവിനകത്ത് ഏറ്റവും കൂടുതലും സ്ട്രെസ്ഡ് ആയിട്ടുള്ളത് ആര്യൻ മാത്രമാണ്. ഏറ്റവും നന്നായിട്ട് ഗെയിം മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള 2 പേരാണ് ജിസേലും ആര്യനും. അവര് ഇത്തരത്തിൽ എത്തിച്ചതാണ്, അനുമോളെ അങ്ങനെ എത്തിച്ചതാണെങ്കിൽ അത് അനുമോളിന്റെ തോൽവിയും ഇവരുടെ വിജയവുമായിരിക്കും. കാരണം കഴിഞ്ഞ ആഴ്ച ഷൂഷു ഹാങ് എന്ന് പറഞ്ഞൊരു ചൈനീസ് പേരിന്റെ പേരിലും ഇതേപോലെ എത്തി. പക്ഷെ അത് വലിയൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാതെ ബിന്നി ഉൾപ്പെടെ ഉള്ളവർ ചേർന്ന്, അക്ബർ ഉണ്ടാക്കിയ പേരാണെന്നും ബിന്നി അത് ഏറ്റെടുത്ത് അത് വളരെ നൈസായിട്ട് അത് കൊണ്ടുപോയതാണ് ലാലേട്ടൻ. അപ്പൊ ഈ ആഴ്ച ഇതെങ്ങനെ നൈസായിട്ട് കൊണ്ടുപോകുന്നുള്ളത് നോക്കാം. എന്തായാലും ബിഗ് ബോസും കാത്തിരിക്കുകയാണ് ഇവരെല്ലാവരുടെയും ചർച്ചകളൊന്ന് അവസാനിക്കാൻ. ഇത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഇതിനെക്കുറിച്ച് എന്ത് സംസാരിക്കും എന്നുള്ളതും നമുക്ക് കണ്ടറിയാം. അപ്പോൾ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.